ആദ്യ ഏകദിന മത്സരത്തിലെ മിന്നുന്ന വിജയത്തിന് ശേഷം ഇന്ത്യ ഇന്ന് രണ്ടാമത് ഏകദിന മത്സരത്തിന് ഇറങ്ങുകയാണ് കേട്ടോ. ഈ മത്സരത്തിലും വിജയിച്ച് പരമ്പര സ്വന്തമാക്കുക എന്ന ലക്ഷ്യമായിരിക്കും ഇന്ത്യക്ക്. കൂടാതെ T20 പരമ്പരയിൽ ഏറ്റവും നാണം കെട്ട തോൽവിക്ക് പകരം വീട്ടുക എന്നൊരു ലക്ഷ്യം കൂടി ഇന്ത്യക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടാം ഏകദിനത്തിൽ ടീം ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും ടീമിനെ ഇറക്കാനായിട്ട് പോകുന്നത്. മെയിനായിട്ടും പോരായ്മകൾ തീർത്ത് നല്ലൊരു ഉഗ്രൻ പ്ലേയിങ് 11 ഇറക്കണമെന്ന് തന്നെയായിരിക്കും ഇന്ത്യൻ്റെ തീരുമാനവും. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗില്ലും രോഹിത്തും കൂടിയിട്ട് തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിനായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. കഴിഞ്ഞ കളി രോഹിത് ശർമ്മ ഫ്ലോപ്പ് ആണെങ്കിൽ കൂടി അദ്ദേഹം ഫോമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് എതിർ ടീമിനെ എത്രത്തോളം ബാധിക്കുമെന്നുള്ള കാര്യം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് എന്തായാലും ഈ ഒരു പെയറിനെ മാറ്റാനുള്ള ഒരു ചാൻസും കാണുന്നില്ല കേട്ടോ. പിന്നെ മൂന്നാമത് പൊസിഷനിലായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് വിരാട് കോഹ്ലിയാണ് കേട്ടോ. കഴിഞ്ഞ കളിയിൽ വിരാട് കോഹ്ലിയും ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ രോഹിത്തിൻ്റെയും വിരാട് കോഹ്ലിയുടെയും തിരിച്ചുവരവ് എത്രത്തോളം ടീമിനുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ കളിയിൽ തന്നെ കാണാമായിരുന്നു. കാരണം ആ ഒരു ബോളിങ്ങിലാണെങ്കിൽ തന്നെ ഫീൽഡിങ്ങിലാണെങ്കിൽ തന്നെ അത് എത്രത്തോളം ഇംഗ്ലണ്ട് ടീമിനെ ബാധിച്ചു, അല്ലെങ്കിൽ ആ T20യിലെ ആ ഒരു പ്ലേയിങ് കണ്ടീഷനിൽ നിന്നും വൺ ഡേയിലേക്ക് വന്നപ്പോൾ അവർ എത്രത്തോളം പ്രഷർ അനുഭവിക്കുന്നുണ്ട്, അതിനെല്ലാത്തിനും കാരണം ഈ ഒരു സീനിയർ പ്ലെയേഴ്സിൻ്റെ കംബാക്ക് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരിനെയും പ്ലേയിങ് 11 നിന്ന് യാതൊരു കാരണവശാലും ഈ ഒരു മൂന്ന് കളികളിലും എടുത്തു മാറ്റാനുള്ളൊരു ചാൻസും കാണുന്നില്ല. നാലാമത് പൊസിഷനിലായിട്ട് ഇറങ്ങാൻ പോകുന്നത് ശ്രേയസ് അയ്യരാണ് കേട്ടോ. കഴിഞ്ഞ കളിയിൽ അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ് ശ്രേയസ് അയ്യരും ഗില്ലും കൂടിയിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി അഞ്ചാമത് പൊസിഷനിലായിട്ട് ഇറങ്ങാൻ പോകുന്നത് വാഷിങ്ടൺ സുന്ദറാണ് കേട്ടോ. ഓൾറൗണ്ടർ കൂടിയായിട്ടുള്ള വാഷിങ്ടൺ സുന്ദർ കഴിഞ്ഞ കളിയിൽ നല്ലൊരു മത്സരം കാഴ്ചവെച്ച് ഇന്ത്യനെ വിജയത്തിലേക്ക് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. വാഷിങ്ടൺ സുന്ദറും അക്ഷർ പട്ടേലും കൂടിയിട്ട്. അതേപോലെ തന്നെ ആറാമത് പൊസിഷനിലും ഏഴാമത് പൊസിഷനിലായിട്ട് KL രാഹുലും അക്ഷർ പട്ടേലുമാണ് ഇറങ്ങാനായിട്ട് പോകുന്നത്. വിക്കറ്റ് കീപ്പർ കൂടിയായിട്ടുള്ള KL രാഹുൽ കഴിഞ്ഞ കളി ഫോം ആവാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്തായാലും ഈ ഒരു രണ്ട് ഇന്നിങ്സ് മുതലെടുത്ത് ഫോമിലേക്ക് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ എട്ടാമതായിട്ട് ശിവൻ ദുബെ. അതേപോലെ ബോളിംഗ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ജസ്പ്രീത് ബുംറ, പ്രസിദ്ധ് കൃഷ്ണ തുടരുകയും അതേപോലെ തന്നെ ഗുർനൂർ ബ്രാറിന് പകരം ഹർഷ്ദീപ് സിംഗ് ആയിരിക്കും ടീമിലേക്ക് വരാനായിട്ട് പോകുന്നത്. ടീമിലെ ഏക ചേഞ്ച് എന്തായാലും ഒരു ബോളറിനെ തന്നെ ആവാനുള്ള ഒരു ചാൻസാണ് കാണുന്നത്. എന്തായാലും ഗൈസ് ഈ ഒരു കളി കൂടി വിജയിച്ച് പരമ്പര സ്വന്തമാക്കാനുള്ള ഒരു പ്ലാൻ കൂടി ആയിരിക്കും ഇന്ത്യൻ്റെ.